നമസ്കാരം. പെട്ടെന്നൊരു ലൈവിൽ വരുമ്പോൾ ആൾക്കാർ അന്തം വിടും. എപ്പോഴും എന്താണ് മേജർ രവിക്ക് ഇപ്പോൾ പറ്റിയെന്നുള്ളത് ഒന്നും പറ്റിയില്ല. ഇപ്പോൾ ഒരു പേപ്പർ ന്യൂസ് കണ്ടു. വൃക്ക ദാനം ചെയ്യാൻ പോയിട്ടുള്ള കൊടുക്കുന്ന ആളുടെയും സ്വീകരിക്കുന്ന ആളുടെയും രണ്ടുപേരുടെയും മതം വ്യത്യസ്തമാണെന്ന് പറഞ്ഞ് അതോറിറ്റികൾ ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. നാണമുണ്ടോ അതോറിറ്റികളെ? നിങ്ങൾക്കൊക്കെ മനുഷ്യത്വത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത നിങ്ങളെപ്പോലുള്ള വ്യക്തികളാണ് ഈ ലോകത്ത് നിന്ന് ആദ്യം പോകേണ്ടത്. മതം മാറി എന്ന് പറഞ്ഞിട്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേറൊരു മനുഷ്യജീവി അവർക്ക് വൃക്ക കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ മതം നോക്കുന്നു. നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്താണ് ഈ ഭ്രാന്തുകാരുടെ ഇത് മത്ത് പിടിച്ച് കിടക്കുകയാണ് നിങ്ങളൊക്കെ. ഇതേ സമയത്ത് തന്നെയാണ് ഞാനിപ്പം ഈ ഭജഗോവിന്ദം എന്നുള്ള ഒരു സംഭവം അവരൊരു ക്രിസ്തീയ ഗാനം പാടിയെന്നും പറഞ്ഞ് അമ്പലത്തിൽ വെച്ച് പാടിയെന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കും, ഞാനൊരു ഹിന്ദുവാണ്, നല്ല ഹിന്ദുമത വിശ്വാസിയാണ്, പക്ഷേ എൻ്റെ തലയ്ക്കകത്ത് വല്ല ഭ്രാന്തമായിട്ടുള്ള മതമൊന്നും കയറിയിട്ടില്ല. അതുകൊണ്ട് ആ കൃഷ്ണനോ അല്ലെങ്കിൽ ഭഗവതിയോ ആരാണെങ്കിൽ ശരി, അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടൊന്നുമില്ലല്ലോ. ശരി, ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ പറയണ്ടായിരുന്നു സംഘാടകർ, അങ്ങനെ പാടില്ല, ഇവിടെ ഞങ്ങൾക്കത് ഇഷ്ടമല്ല. അത് കഴിഞ്ഞിട്ടൊരു ആ ഒരു ഹരത്തിൽ ഇതങ്ങ് പാടിപ്പോയി കഴിഞ്ഞാൽ അവരുടെ മേക്കെട്ട് കയറും. നിങ്ങളൊക്കെ എന്നാ നേരെയാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഇവിടെ ഈ കുത്തിത്തിരിപ്പുകൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ എനിക്കെൻ്റെ പഞ്ചായത്തിലെ മെമ്പറാണ് എനിക്ക് ന്യൂസ് കട്ട് അയച്ചു തന്നു. വൃക്ക ദാനം ചെയ്യാൻ പോയ സമയത്ത് മതം ചോദിച്ചുകൊണ്ട് അത് നടക്കില്ല, അത് അപ്രൂവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യർ? എന്നിട്ട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ BJP-ക്കാർ വർഗീയരാണ്. ഞാൻ BJP-ക്കാരനാടോ? ഞാനാണ് ഈ തുറന്നു പറയുന്നത്. ഇതാർക്കുമല്ല, ഇത് നിങ്ങളുടെ അകത്തുള്ള വിഷം, ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ അകത്തുള്ള വിഷമം, ഇതുപോലുള്ള ഒഫീഷ്യൽസിനകത്തുള്ള വിഷമാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. അതെന്ന് തീരുന്നു അന്ന് ഈ നാട് നേരെയാവും. ഇത്രയിപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇത് വല്ലാതെ ഓവർ എക്സൈറ്റഡ് ആയിക്കഴിഞ്ഞാൽ വായിൽ നിന്ന് ചിലതൊക്കെ വീണ് കഴിഞ്ഞാൽ അത് മോശമാണ്. നിങ്ങളുടെ സ്ഥലത്ത് വന്നത് പറയാൻ പാടില്ല. ഞാൻ ആ രോഗിയുടെ അവസ്ഥ ആലോചിക്കുകയാണ്. അദ്ദേഹം ആശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നാളെ എനിക്ക് കിഡ്നി കിട്ടും, മാറ്റം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നുള്ളത്. അവിടെയും നിങ്ങൾ കൊണ്ടുവന്ന് കുത്തി തിരികില്ലേ മതം. വളരെ ഷെയിം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ആൾ. ജയ് ഹിന്ദ്.